പിന്നെ പോയത് ഇവിടുത്തെ ട്രഡീഷണൽ കോസ്റ്റ്യൂം വെയറിംഗ് സെക്ഷനിലോട്ടാണ്. അവിടെ നമ്മളും ആ ഒരു മേഘാലയൻ ടിപ്പിക്കൽ ഡ്രസ്സ് വെയർ ചെയ്തു. അതും മറ്റൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനെല്ലാം ശേഷം നമ്മൾ പോകുന്നത് ഷിലോങ്ങിലോട്ടാണ്. അതെ, പൂക്കളും മരങ്ങളും നല്ല വസന്തവുമുള്ള നമ്മുടെ മേഘാലയയുടെ തലസ്ഥാനമായ ഷിലോങ്. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാം ഓരോ വെറൈറ്റി ഡ്രസ്സുകൾ ഇട്ടിട്ട്, കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് ആ ഒരു ഡ്രസ്സാണ്. അങ്ങനെ നമ്മുടെ ഒരു പച്ചപ്പും ഹരിതാപവുമുള്ള ഷിലോങ് എത്തിയിരിക്കുന്നു. ഇനി പോകുന്ന വഴിയിൽ കാണുന്ന കുറേ മരങ്ങളുണ്ട്. അതെല്ലാം ഓറഞ്ച് മരങ്ങളാണ്, പൈൻ ട്രീസ് ആണ്. പിന്നെ ദേ ഇവിടെ കുറേ കുട്ടികൾ, സ്കൂളാണത്. ആ സ്കൂളിന് മുന്നിൽ അവർ കുറച്ച് നേരം കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി നിൽക്കുന്ന ഒരു സീൻ. നമ്മുടെ ഷിലോങ്ങിലെ പ്രധാനപ്പെട്ട ഒരു ഇന്നത്തെ ദിവസത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് വാട്ടർ ആക്ടിവിറ്റിയാണ്. നമ്മുടെ ഐറ്റിനറിയിൽ അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നതും ആ ഒരു സംഭവം തന്നെയാണ്. നമ്മൾ കുറേ സമയം ഈ ഒരു വാട്ടർ ട്രക്കിംഗ് പോലെയാണ്, ഒരു അഡ്വഞ്ചർ പോലെയുമാണ്. അതൊരു വല്ലാത്തൊരു വൈബാണ്. നമ്മൾ ഫുൾ ടൈം വാട്ടറിൽ ഒരു സ്ഥലം മുതൽ അടുത്തൊരു സ്ഥലം വരെ. പിന്നെ ഇതായിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്, 30 മീറ്റർ ജമ്പ്. അതിനുശേഷം 60 മീറ്റർ ജമ്പ് ഉണ്ടായിരുന്നു. ഇത് രണ്ടായിരുന്നു ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. അങ്ങനെ അവിടുത്തെ ഫുഡും നമ്മൾ കഴിച്ച് ഇങ്ങനെ കുറച്ച് ടൈം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിപ്പിക്കാനായിട്ട് പോവായിരുന്നു. അത് കഴിഞ്ഞ് ഒരു കയാക്കിംഗ് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി കയാക്കിംഗ് എല്ലാം ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിനുശേഷം നേരെ നമ്മൾ അടുത്തൊരു സ്റ്റേ ചെയ്യുന്നൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഷിലോങ്ങിലെ തന്നെ അത്യാവശ്യം നല്ലൊരു ടൗൺ ഏരിയയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നൊക്കാലിക്കൽ വാട്ടർഫോൾസ്. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു വാട്ടർഫോളാണ്. ഈ വാട്ടർഫോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വാട്ടർ നിലത്തെത്തുമ്പോഴേക്കും അത് വേപ്പറായിട്ട് പോകും. ആ ഒരു രീതിയിലാണ് ഈ ഒരു വാട്ടർഫോൾ. പിന്നെ ഇവിടുത്തെ ഷോപ്സുകളിലെല്ലാം നമ്മൾ പർച്ചേസിനായിട്ട് കയറി. ഇവിടുത്തെ തനത് സാധനങ്ങളെല്ലാം വിൽക്കുന്ന പല വെറൈറ്റീസ് ഉള്ള ഷോപ്സ് നമ്മൾ കണ്ടു. ഇപ്പോൾ സമയം ഉച്ച നേരമാണ്. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് നോക്ക്, ഇപ്പോഴും കോടയാണ്. ഈ ക്ലൈമറ്റിൽ നല്ലൊരു ഫുഡ് കഴിക്കുക,
അതൊരു നല്ലൊരു ഫീലാണ്. അവിടുത്തെ ഒരു ഫിഷും ഞാൻ ഓർഡർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വെയ്സെൻറ്റോക്ക് വാട്ടർഫോൾ ആണ്. ഇത് ഫേമസ് ആവാൻ കാരണം ഇതിൻ്റെ ഒരു സ്റ്റൈല് തന്നെയാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം കുറച്ച് ട്രക്കിംഗ് ഉണ്ട്, ഒരു വ്യൂ പോയിന്റിലോട്ട് പോകാനും അതുപോലെ താഴത്തെ ആ വാട്ടർഫോളിലോട്ട് പോകാനായിട്ട് വീണ്ടും നമുക്ക് കുറച്ച് ട്രക്കിംഗ് പോലെയുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഓൾറെഡി വലിയൊരു ട്രക്കിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ വീണ്ടും ട്രക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കതൊരു ഫീലായിരുന്നു, അത് പറ്റുമോ ഇല്ലയോ എന്ന്. പക്ഷേ അറ്റ് ലാസ്റ്റ് ആ ഒരു വാട്ടർഫോൾ കണ്ടപ്പോൾ നമുക്ക് ആ ഒരു മിസ്സാകാൻ പാടില്ല എന്ന് തോന്നിയ ഒരു വാട്ടർഫോളാണ്, ഒരു വ്യൂ പോയിന്റ് ആണത്. വീണ്ടും നമ്മൾ താഴോട്ട് നടന്നു. ഈ കണ്ട വാട്ടർഫോളിൻ്റെ താഴെയാണ് നമുക്കിനി 3 സ്റ്റെപ്പ് ഇറങ്ങിയാലാണ് ആ ഒരു താഴത്തെ ഭാഗത്തോട്ട് എത്തുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വാട്ടറിലോട്ട് ഇറങ്ങാം, പക്ഷേ നമ്മൾ ഓൾറെഡി വാട്ടർ ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് പിന്നെ ഇവിടെ ഇറങ്ങിയില്ല. കണ്ട ആ ഒരു വാട്ടർഫോളിന്റെ താഴത്തെ ഒരു വ്യൂ ആണിത്. എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ദിവസത്തെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിക്കാൻ പോവുകയാണ്. ഇപ്പോഴും ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണ്. അടുത്ത 2 ദിവസത്തേക്കുള്ള നമ്മളുടെ സ്റ്റേ വരുന്നത് ഷിലോങ്ങിലാണ്. ഇതാണ് ഈ ഷിലോങ്ങിൽ നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്, വെൽവെറ്റ് സ്റ്റേ. അത്യാവശ്യം നല്ലൊരു പ്രീമിയം സ്റ്റേ ആയിരുന്നു അത്. ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു മാർക്കറ്റിലോട്ടൊന്ന് ഇറങ്ങി. വളരെ നീറ്റാണ് ഇവിടുത്തെ മാർക്കറ്റ്, എല്ലാം ഫ്രഷ്. ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത് കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ഇവിടെ സെയിൽസിന് വെച്ചിരിക്കുന്നത്. നമ്മുടെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം എന്തോ വാങ്ങി. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് കഴിച്ചു നോക്കാം. ഒരു ഉള്ളിയുടെ എന്തോ ഒരു സംഭവമാണ്. നമ്മളതെല്ലാം ശ്രദ്ധിച്ച് നോക്കി, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉള്ളിയുടെ ടേസ്റ്റ് അല്ല, പക്ഷേ അതൊരു വൈറ്റ് എന്തോ ഉള്ളിയുടെ ഒരു ടേസ്റ്റ് പോലെയുള്ള ഒരു സംഭവമാണ്. പിറ്റേ ദിവസം നമ്മളൊരു ക്യാബ് ബുക്ക് ചെയ്ത് നേരെ പോയത് ഗുവാഹട്ടിയിലോട്ടാണ്. അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിൾ ഉണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ ഇറ്റിനറിയിലില്ല. അപ്പോൾ നമുക്ക് ആ ടെമ്പിൾ ഒന്ന് കാണണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്യാബ് ബുക്ക് ചെയ്ത് പോവുകയാണ്. ഇവിടെ 2 തരം ടാക്സി ഉണ്ട്.
ഒന്ന് ബ്ലാക്ക് കളറിലും ഒന്ന് വൈറ്റ് കളറിലും. സോ ലോങ് പോകുന്നത് വൈറ്റ് കളർ ടാക്സിയിലും, ബ്ലാക്ക് കളർ ടാക്സിയിൽ ഷെയർ ടാക്സിയാണ്. അത് നമുക്ക് ഷെയർ ചെയ്ത് ചീപ്പായിട്ട് പോവാം. ഇങ്ങനെ നമ്മൾ ഗുവാഹട്ടി എത്തി. അപ്പോൾ ഗുവാഹട്ടിയിൽ നിന്ന് അകത്തോട്ട് പോകാനായിട്ട് നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തു. ഊബറിലെ ഡ്രൈവർ ഭയങ്കര കമ്പനി ആയിരുന്നു. അപ്പോൾ പുള്ളി ഇവിടുത്തെ എന്തൊക്കെ കാണണം, എന്തൊക്കെ ചെയ്യണം, നമ്മുടെ കേരളത്തെക്കുറിച്ചും എല്ലാം ചോദിച്ചു. ഇപ്പോൾ ശരിക്കും ഞങ്ങളുള്ളത് ഗുവാഹട്ടിയിലാണ്. ഗുവാഹട്ടി എന്ന് പറഞ്ഞാൽ ആസാമിലാണ്. ആസാമിന്റെ തലസ്ഥാനമാണ് ഗുവാഹട്ടി. ഇവിടെ ഫുൾ റഷാണ്. നമുക്ക് ഏതൊരു ഗ്യാപ്പ് കിട്ടിയാലും ആൾക്കാർ വണ്ടി കൊണ്ടുവരുന്ന ഒരു ഹൈലി ട്രാഫിക് ഉള്ളൊരു സിറ്റിയാണ് ഗുവാഹട്ടി. ഇത്തരം സൈക്കിൾ റിക്ഷകളെല്ലാം ഇവിടെ എപ്പോഴും കാണാം. അങ്ങനെ നമ്മുടെ ഓട്ടോ ഡ്രൈവറായിട്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. ഈ കാമാഖ്യ ടെമ്പിളിനെ കുറിച്ച് അറിയുമ്പോൾ കുറച്ചധികം ഇൻട്രസ്റ്റിങ്ങും മിസ്റ്ററിയും എല്ലാം ഉള്ളൊരു അമ്പലമാണത്. ഈ കാണുന്ന വഴിയോരങ്ങളിലെല്ലാം കാണുന്നത് ഈ ടെമ്പിളിലോട്ട് പോകുന്ന സന്യാസിമാരും സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പോൾ നമ്മളവിടെ ആ വഴിയിലോട്ട് കടത്തിയില്ല, ഒരു ബ്ലോക്കാണ്. ഇന്നൊരു പ്രത്യേക ദിവസമാണ്, പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ഇത്രയും തിരക്കുണ്ടാവും അറിയില്ലായിരുന്നു. ഇത്രയും റഷിലാണ് നമ്മളിവിടെ അകത്തോട്ട് പോകുന്നത്. ഈ കാണുന്ന ദേവിയുടെ പല രൂപത്തെ കുത്തിവെച്ചിരിക്കുന്ന ഈ സംഭവമാണ് ഇതിന്റെ എൻട്രൻസ്. ആക്ച്വലി ഈ ഒരു സമയത്ത് ഇവിടെ ഒരു മഹായോഗം നടക്കുന്നുണ്ട്. ഏകദേശം 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ആ യോഗത്തിന്റെ അവസാന ദിവസമാണെന്ന്. ഈ ഒരു കാരണത്താലാണ് നമുക്ക് ഈ വഴിയിലൂടെ നടക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട്. ഇതുപോലെയുള്ള പല രീതിയിലുള്ള കച്ചവടക്കാരും കുട്ടികളും പല ഡ്രസ്സിൽ വന്നിരിക്കുന്ന ആൾക്കാരെയും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്നത് ഇവിടെ ഒരു ആചാരത്തെയാണ്. ഈ അതെല്ലാം കയറി വന്ന് മഹാദേവനെ കാണുന്ന ഒരു ആചാരത്തെ അവരിവരെ ഈ ഒരു ശില്പത്തിലൂടെ കാണിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇവിടെ കൊത്തിവെച്ചിരിക്കുന്ന ഓരോ കഥകളാണ്. പോകുന്ന വഴിയിൽ ഇങ്ങനെ പല കഥകളും നമുക്ക് കണ്ടു പോകാൻ പറ്റും. ശരിക്കും ഈ കഥ വരുന്നത് സതീദേവിയുടെ അച്ഛൻ പണ്ട് മഹാദേവനെ സ്നേഹിച്ചതിന്റെ പേരിൽ തീയിലിട്ട് കൊല്ലാനായിട്ട് ഉത്തരവിടുകയും അങ്ങനെ തീയിലിട്ട് സതീദേവിനെ ജഡം മഹാദേവൻ കണ്ട് ആ ഒരു ജഡത്തെ എടുത്ത് മഹാദേവൻ വളരെയധികം ദേഷ്യത്തോടെ നടന്നപ്പോൾ മഹാവിഷ്ണു ഇത് കണ്ട് ആ ഒരു ദേഷ്യം സതീദേവിയുടെ ആ ജഡത്തിന് നേരെ ഈ ഒരു സുദർശന ചക്രം എറിയുകയും അങ്ങനെ ആ ഒരു ജഡത്തെ 51 കഷ്ണങ്ങളാവുകയും ചെയ്തു. ഇതിലൊരു മെയിൻ പാർട്ട് വന്ന് വീണ ഒരു സ്ഥലമാണ് ഈ കാമാഖ്യ. അങ്ങനെയാണ് ഈ ഒരു ടെമ്പിൾ വളരെ ഫേമസ് ആയത്. അങ്ങനെ അമ്പലത്തിന്റെ അകത്തോട്ട് പ്രവേശിക്കാനുള്ള ഒരു സ്ഥലം എത്തി. വളരെ കൺജസ്റ്റഡ് ആണ്, പക്ഷെ എങ്കിലും നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഇന്ന്
ആ ഒരു ഉത്സവമുള്ളത് കാരണം കൊണ്ട് അലങ്കാരം പണികളെല്ലാം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് ആ കാമാഖ്യ അമ്പലം. ഇത് ആക്ച്വലി ഒരു ദിവസം 2000 പേർക്കാണ് പ്രവേശനം ഉള്ളത്. അത് കാരണം ഇവിടെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റിയില്ല. ഇത് ഓൺലൈനിൽ തന്നെ ബുക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഉത്സവം നടക്കുന്ന കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് 2000 ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ വലുതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ആക്ച്വലി ഈ കാമാഖ്യ അമ്പലത്തിന്റെ പ്രതിഷ്ഠ ഇരിക്കുന്നത് ഒരു തുരങ്കത്തിന്റെ അകത്തുകൂടെ പോയിട്ടാണ്, ഒരു ഗുഹ പോലെയുള്ള ഒരു സംഭവത്തിലൂടെയാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൽ എവിടെ നോക്കിയാലും ആടുകളെ കാണാം. ഈ ആടുകൾ ഇവിടെ നേർച്ചയ്ക്ക് കൊണ്ടുവന്നതാണ്. ഒരു സമയത്ത് ഈ അമ്പലം മുഴുവൻ റെഡായി മാറും. കുങ്കുമം കൊണ്ടും എല്ലാം ഇത് റെഡാക്കി മാറ്റും. അതാണ് ഇതിന്റെ ചരിത്രം. ഇതുപോലെയുള്ള ഓരോരോ ഗുഹകളിനകത്താണ് ഓരോ പ്രതിഷ്ഠകൾ ഉള്ളത്. പിന്നെ ഇവിടെ ഓൾറെഡി ഒരു ഉത്സവം നടക്കുന്ന കാരണം കൊണ്ട് കുറച്ച് പരിപാടികളെല്ലാം അവിടെ അരങ്ങേറുന്നുണ്ടായി. ഇന്നിവിടെ മഹായാഗം നടക്കുന്ന കാരണം കൊണ്ടാണ് നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ പറ്റാഞ്ഞത്. പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് എപ്പോൾ വന്നാലും ഇവിടെ തൊഴാൻ പറ്റും. കുറച്ചും കൂടെ നേരത്തെ തൊഴണമെങ്കിൽ രാവിലെ പുലർച്ചെ നേരത്തെ വന്നാൽ മതി എന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ എല്ലാം കണ്ടും എല്ലാം അറിഞ്ഞും ഞങ്ങൾ നേരെ തിരിച്ച് ഗുവാഹട്ടിയിലോട്ട് പോവാണ്. അതിന് ഞങ്ങൾ ടുക്ടുക്കാണ് എടുത്തത്. നൈറ്റെല്ലാം നല്ല രസമാണ് ഈ ഒരു ടൗൺ ഏരിയയിലൂടെ ഒക്കെ പോകാൻ. അവിടെ അങ്ങ് ദൂരെ ഫേമസ് ആയിട്ടുള്ളൊരു പാലം കാണാം, ആസാമിലെ. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ദിവസമാണ് ഇവിടെ. അങ്ങനെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. രാവിലെ 7 മണിക്കാണ് ഇവിടുന്ന് ട്രെയിൻ. അങ്ങനെ ട്രെയിൻ വന്ന് നമ്മൾ യാത്ര നേരെ കേരളത്തിലോട്ട് തിരിച്ചു. ഇന്ന് നമ്മുടെ മച്ചാന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു കേക്ക് കട്ടിങ് കൂടെ ട്രെയിനകത്ത് വെച്ച് ഒന്നും പറയാതെ വെറൈറ്റി ബർത്ത്ഡേ. നല്ല ഹാപ്പിയാണ്, സന്തോഷം. അങ്ങനെ നമ്മുടെ ഈ മേഘാലയ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.